ഇപ്പോൾ സൂംബയുടെ വിഷയം പറഞ്ഞ പോലെ തന്നെ ഇപ്പം മിനിസ്റ്റർ പറഞ്ഞത് നമ്മളൊരു വിട്ടുവീഴ്ച നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഇതൊരു ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ഉയർത്തിയ സമ്മർദ്ദങ്ങൾക്ക് സർക്കാരിന് വഴങ്ങേണ്ടി വന്നില്ലേ? അല്ല, അങ്ങനെ പിൻവാങ്ങിയിട്ടില്ല. പിന്നെ അതായത് യൂണിഫോം നിശ്ചയിക്കേണ്ടതിന് ഒരു പ്രോട്ടോക്കോളുണ്ട്. സ്കൂളിലെ PTA, പാരൻറ്റ് ടീച്ചേഴ്സിൻ്റെ അസോസിയേഷൻ, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഇതടങ്ങിയ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി നിശ്ചയിക്കാം, അല്ല വിഡ്രോ ചെയ്തല്ല. അതായത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന കാര്യത്തിനകത്തുനിന്ന് സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല. കുട്ടികൾക്ക് ഓരോ സ്കൂളിലെയും അധികാരികളെന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡീസാണ്, PTA ആണ്, അതുപോലെ തന്നെ കുട്ടികളാണ്. അവരൊരുമിച്ച് കൂടിയിരുന്ന യോഗത്തിൽ അവർക്ക് തീരുമാനിക്കാം ഏത് വേഷം വേണമെന്ന് തീരുമാനിക്കാം. അപ്പോൾ അതൊരു അവരുടെയും കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തീരുമാനിക്കാമല്ലോ. A എന്ന് പറഞ്ഞാൽ സ്കൂളിലെ യൂണിഫോം ആയിരിക്കില്ലല്ലോ B എന്ന് പറഞ്ഞാൽ സ്കൂളിലെ യൂണിഫോം. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്കൂൾ യൂണിഫോമിനെ സംബന്ധിച്ചിടത്തോളം, അക്കാഡമിക് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, പിന്നെ സ്കൂൾ നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ സ്ഥാപനത്തെ നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അതൊക്കെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉണ്ടല്ലോ. ആ ഗവൺമെൻറ് ആ കാര്യങ്ങൾ ചെയ്യും. ആ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ സമീപിച്ചാൽ അല്ലെങ്കിൽ രേഖാമൂലം സംശയം എഴുതി തന്നാൽ സംശയം ദൂരീകരിക്കുന്നതിനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും.